ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഗുരുനാഥൻ തുണ ചെയ്യ സന്തതം, തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിടുവാൻ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരി, അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരി. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും സമാധാനവും ശാന്തിയും എല്ലാ നന്മകളും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭഗവാന്റെ കൃപ അനുഗ്രഹം എല്ലാ മക്കളിലേക്കും വരണമേ. ഭഗവാനിൽ ഭക്തി വർദ്ധിക്കുക. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓണാഘോഷമൊക്കെ കഴിഞ്ഞ് നന്നായി എല്ലാവരും ആഘോഷം കൊണ്ടാടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ മക്കളും കമൻസ് ചെയ്യുക. നമുക്ക് ഭാഗവത കീർത്തനം ഇന്നലെ ചൊല്ലി നമ്മൾ എന്തൊക്കെയോ 3-4 ഖണ്ഡികയുടെ അർത്ഥങ്ങളൊക്കെ മനസ്സിലാകായി. അതുപോലെ ഇന്നും 3-4 ഖണ്ഡിക നോക്കാം. നമുക്ക് മനസ്സിലാക്കി അത് പഠിക്കണ്ടേ, എന്നാലല്ലേ ഈശ്വരനിൽ ലയിക്കാനും ആനന്ദം അനുഭവിക്കാനും. ഇതൊക്കെ മുമ്പേ വേണ്ടുന്നത് മുമ്പേ ചെയ്ത് പഠിക്കണം. ഇപ്പം കുന്നുകൾ പോലെ ധനമുണ്ടാകലും, ഇന്ദ്രന് സമമായി ദേവലോകത്തെ ഇന്ദ്രനെ സമമായി വാണിയിടുകലും, ഒന്നുരിയാടാൻ പോലും സമയം കിട്ടത്തില്ല കാലഭടന്മാർ വന്നാൽ. അപ്പം അതിന് നമുക്ക് വേണ്ടുന്നത് ചെയ്യണതാണ്. നമുക്ക് നാരായണ ജയ നാരായണ ജയ നാരായണ ജയ വരദ ഹരേ കൃഷ്ണ, നാരായണ തവ പാദ സരോജം അകമേ വിലസുക, നാരായണ ജയ. കുന്നുകൾ പോലെ ധനമുണ്ടാകിലും, ഇന്ദ്രനു സമമായി വാണിടുകിലും, ഒന്നുരിയാടുവതിന്നിടകിട്ട വന്നാൽ യമഭടർ, നാരായണ ജയ. കുന്നുകൾ പോലെ ധനമുണ്ടാകിലും, ഇന്ദ്രനു സമമായി വാണിടുകിലും, ഒന്നുരിയാടുവതിന്നിടകിട്ട വന്നാൽ യമഭടർ, നാരായണ ജയ. കൂപേ വീണുഴലുന്നതുപോലെ ഗേഹേ വാണുഴലുന്ന ജനാനാം, ആവൽഗണം അകലേണ്ടുകിൽ മുനിജന വാക്കുകൾ പറയാം, നാരായണ ജയ. കെട്ടുകളായതോ കർമ്മം പുരുഷനു, കെട്ടുകളൻറ്റേ മുക്തി വരൂ ദൃഢം, കെട്ടുകളോ ഫലഭുക്തിയാ തീരും കെട്ടായിനിയും, നാരായണ ജയ. കേൾക്കണമെഴുതായുണ്ടു രഹസ്യം, ദുഷ്കൃതവും നിജ സുകൃതവുമെല്ലാം കാൽക്കൽ നമസ്കൃതി ചെയ്തു മുകുന്ദനിലാക്കുക സതതം, നാരായണ ജയ. കയ്യിൽ വരുന്നതു കൊണ്ടു ദിനങ്ങൾ കഴിക്കാ ഫലം പുനരുഞ്ചിക്കൊല്ല, കൈവരുമാകിലും ഇന്ദ്രൻ്റെ പദമെന്തിനു തുച്ഛം, നാരായണ ജയ. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ വരദ ഹരേ കൃഷ്ണ, നാരായണ തവ പാദ സരോജം അകമേ വിലസുക, നാരായണ ജയ. കുന്നുകൾ പോലെ ധനം വാരിക്കൂട്ടിയാലും, ധനം എത്ര അധികം ഉണ്ടായാലും, ഇന്ദ്രനെ പോലെ ഐശ്വര്യങ്ങളോടും കൂടി പ്രതാപശാലിയായി ജീവിച്ചാലും, കാലദൂതന്മാർ അടുത്തെത്തുമ്പോൾ ഒരു വാക്ക് നമുക്കൊന്നുരിയാടാൻ പോലും സമയം പോലും കിട്ടുകയില്ല. എന്താ, നമ്മൾ അതുവരെ എന്താ ചിന്ത, ഇന്ദ്രനെ പോലെ കഴിഞ്ഞുകൂടി, പക്ഷേ ഭഗവാനെ അറിഞ്ഞു. ധനം എത്ര വാരിക്കൂട്ടിട്ട് എന്താ ഫലം? കാലദൂതന്മാർ വരുമ്പോൾ ഒരക്ഷരം മിണ്ടാൻ നമുക്ക്
ഒക്കത്തില്ല, സമയവും കിട്ടത്തില്ല, പെട്ടെന്നായില്ല. ഭയന്ന് വിറച്ച് അവരെ കൂടെ പോയേ പറ്റൂ. പക്ഷെ അത് മുന്നായിട്ട് നമ്മൾ ധനം വാരിക്കുന്ന സമയത്ത് ഇതൊക്കെ നശിച്ചു പോകുന്നതാണെന്ന് കരുതി ഈശ്വരനെ അറിഞ്ഞാൽ ആ സമയത്ത് ഭഗവാൻ വന്ന് രക്ഷിക്കും. കാലദൂതന്മാരെ ദൂരെ നിർത്തും. അജാമളൻ്റെ കാര്യം അറിയാമല്ലോ. അതുപോലെ അപ്പോൾ ഭഗവാനെ വിളിച്ചാൽ ഭഗവാന്റെ ദൂതന്മാരാ വരുന്നത്. അതുകൊണ്ട് നമ്മളിത് മനസ്സിലാക്കി ഈശ്വരനോട് പറയുക, ഇത്രമാത്രം ധനമൊന്നും വാരി കൂട്ടിയിട്ട് ഇതൊന്നും നമ്മൾ കൊണ്ടുപോകത്തില്ലല്ലോ. നമുക്ക് അങ്ങനെ വന്ന് കഴിയുന്നണക്കം കഴിഞ്ഞു പോകണം. ഈശ്വരനെ അറിയുമ്പം നമ്മളെ ഒന്നിനും വിഷമിക്കാതെ ഈശ്വരൻ നോക്കിക്കൊള്ളുകയും ചെയ്യും. അതുപോലെ തന്നെ കൂപേ വീണുഴലുന്ന അതുപോലെ ജനങ്ങൾക്ക് ആപൽ ഗണം, ഒരുപാട് വിഷമങ്ങളും ആപത്തുകളും അവൻ്റെ കൂട്ടങ്ങളാണ് എല്ലാ മനുഷ്യർക്കും. ചിലർക്കാണെങ്കിൽ ഒന്നിനു മീതെ അല്ലെങ്കിൽ കുറച്ച് ദിവസം സുഖം കിട്ടിയിട്ട് 10 ദിവസം സുഖമാണെങ്കിൽ 20 ദിവസം ദുഃഖമായിരിക്കും. ഇങ്ങനെ ആപൽ ഗണം, ആപത്തുകളുടെ കൂട്ടം കിണറ്റിൽ വീണിട്ട് കരയ്ക്ക് കയറാനാകാതെ വിഷമിക്കുന്നത് പോലെയാണ് മനുഷ്യർക്ക് ദുഃഖങ്ങൾ ഉണ്ടാകുന്നത്. ഒരു നിവൃത്തിയും കാണാതെ ദുഃഖമൊന്ന് മാറിക്കിട്ടാൻ എന്തെല്ലാം ചെയ്താലും ഒക്കാതെ കിണറ്റിൽ നിന്ന് കരകയറാൻ പറ്റാത്തത് പോലെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വിഷമിക്കുന്നത് ആണ് മനുഷ്യർ ഗൃഹസ്ഥാശ്രമത്തിൽ പെട്ട് കഷ്ടപ്പെടുന്നത്. നമ്മൾ ഓരോ ഗൃഹങ്ങളും അവരവരുടെ ഗൃഹസ്ഥ ആശ്രമങ്ങളാണ്. ഓരോ വീടുകളും കുടുംബം ഗൃഹത്തിൽ വസിക്കുന്നതുകൊണ്ടാണ് ഗൃഹസ്ഥാശ്രമം. അപ്പോൾ അവിടെ കഷ്ടപ്പെട്ടിങ്ങനെ കഴിയും. ഇതിൽ നിന്നൊരു കരകയറാൻ ഒക്കാത്തതെന്ന് വെച്ചാൽ എന്താണ്? വീട്ടിൽ നിന്ന് വെളിക്ക് പോകണമെന്നല്ല, നമ്മുടെ ദുരിതത്തിൽ നിന്നെല്ലാം നമുക്ക് മുക്തനാവാൻ അതിന് കിണറ്റിൽ വീണെന്നാണ് ഒരു ഉദാഹരണം കൊടുക്കുന്നത്. അല്ലെങ്കിൽ സമുദ്രത്തിൽ വീണുഴലുന്നത് പോലെ, കരയ്ക്ക് കയറാൻ പറ്റാത്തത് പോലെ, അങ്ങനെയുള്ളവരുടെ ആപത്തുകളെല്ലാം അകലുന്നതിന് ഉപകരിക്കുന്ന മുനിവാക്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അതിനെന്താ മാർഗം? അത് സജ്ജനങ്ങളായിരിക്കുന്ന മുനികൾ എന്താ പറയുന്നത് അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോഴേ നമുക്ക് കരകയറാൻ പറ്റുകയുള്ളൂ. അത് അല്ലെങ്കിൽ നമ്മൾ ദുരിതാബ്ധിയിൽ കടന്ന് സമുദ്രം പോലുള്ള ദുരിതങ്ങളാണ്, ഒരിക്കലും കരകയറാൻ പറ്റാത്തതുപോലെ വിഷമിച്ച് ആണ്ടുപോകും. കിണറ്റിൽ നിന്ന് കരകയറാൻ പറ്റാത്തതുപോലെ. അത് കൂപേ വീണുഴൽ, കൂപം കിണർ. അപ്പോൾ ആ മുനികൾ എന്താ പറയുന്നത്? നല്ല സജ്ജനങ്ങളായിരിക്കുന്ന ഭക്തനായ സന്യാസിമാരെന്താ പറയുന്നത്? അതൊക്കെയാണ് മനസ്സിലാക്കുന്നത്. പിന്നെ കെട്ടുകളായത് കർമ്മം പുരുഷന്. കെട്ടുകൾ വെച്ചാൽ ബന്ധനം. എൻ്റെ ഭർത്താവ്, എൻ്റെ ഭാര്യ, എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ വീട്, ഇതൊക്കെയാണ് ബന്ധനം. അത് എങ്ങനെയാണ്? കർമ്മമാണതെല്ലാം. അപ്പം ബന്ധനങ്ങളെന്ന് പറയുന്നത് കർമ്മമാണ്. ഇതെല്ലാം നമ്മൾ ഓരോ കർമ്മങ്ങൾ ചെയ്യുന്നത്. അപ്പം ഒരു ഭവനം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ പകുതിയായിട്ട് അത് പൂർത്തീകരിക്കാൻ പറ്റാതെ കിടക്കും. അതൊരു കർമ്മമാണ്. അത് പൂർത്തീകരിക്കാണ്ട് മനസ്സ് എപ്പോഴും ആ കെട്ടിൽപ്പെട്ട് കിടക്കും. അയ്യോ, വീട് ശരിയായില്ലല്ലോ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ പഠിത്തം ശരിയായില്ല, അങ്ങനെയൊക്കെ ഒരു രക്ഷയില്ലാതെ കഷ്ടപ്പെടും. ആ കർമ്മം ഇങ്ങനെ കിടക്കും, അതിൻ്റെ വാസന. അത് ഈ ജന്മം അതിനെ പൂർത്തീകരിക്കാൻ പറ്റില്ലെങ്കിൽ അടുത്ത ജന്മം ആ കർമ്മം ബാക്കി ചെയ്യാൻ അടുത്ത ജന്മം. കാരണം ആഗ്രഹം അത് കിടക്കുമല്ലേ. അതുകൊണ്ടാണ് കർമ്മങ്ങളാണ് ബന്ധനം. ബന്ധനം എന്ന് പറയുന്നത് നമ്മളെ കർമ്മമാണ്. ഈ കർമ്മങ്ങൾ പൂർത്തീകരിക്കാതാണ് മിക്കവാറും എന്നുവെച്ചാൽ മരണം വരെയും ആഗ്രഹങ്ങൾ നിലയ്ക്കത്തില്ല ആർക്കും. എപ്പോഴെങ്കിലും ഇതിനൊരു മുക്തി വരണ്ടേ? അവർ 50 വയസ്സുവരെയൊക്കെ കർമ്മങ്ങൾ ചെയ്ത് മുക്തിയാക്കണം. അത് ചെയ്യത്തില്ല. 90 വയസ്സായാലും അവരുടെ കർമ്മം പിന്നെ ഓരോന്ന് ചെയ്ത് ഇങ്ങനെ നിൽക്കും. ഈശ്വരനെ അറിയത്തില്ല. അപ്പോൾ എന്തുവരും? ബന്ധങ്ങളെല്ലാം അറ്റുപോയാൽ മാത്രമേ മനുഷ്യന് മുക്തി ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളത് അത് ആര് പറയുന്നതാണിത്? മുനിമാർ പറയുന്നതാണ്. എല്ലാത്തിൽ നിന്നും ബന്ധനങ്ങളെല്ലാം നമ്മൾ അറ്റുപോകണം. അതിന് അങ്ങനെ വരാത്തത്തോളം കാലം നമ്മൾ കുമിള വന്ന് വെള്ളത്തിൽ മഴത്തുള്ളികൾ വന്ന് കുമിളയാകും, പൊട്ടിപ്പോവും. അതുപോലെ നമ്മൾ ഓരോ കുമിളയായിട്ട് ജനിക്കും മരിക്കും. എന്താ കാരണം? ബന്ധനം. കെട്ടുകളിങ്ങനെ കിടക്കുന്നു. ഒന്ന് തീരുമ്പോൾ അടുത്ത ജോലി, അടുത്ത കർമ്മം തീരുമ്പോൾ അതിനടുത്ത കർമ്മം. ഇങ്ങനെ ഒന്ന് കിട്ടുമ്പം 10 കിട്ടുമ്പോൾ 100 എന്ന് പറയുന്നത് അതാണ്. അങ്ങനെ മരണം വരെയും കർമ്മങ്ങളാണ്. അപ്പം അവസാനിക്കാത്ത കർമ്മങ്ങൾ കിടക്കുന്നതന്നെ ബാക്കി ചെയ്യാനായിട്ട് അടുത്ത ജന്മങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് എന്ത് വേണം? മനുഷ്യന് മുക്തി ലഭിക്കുക ഇല്ല. അത് കാരണം കർമ്മഫലം അനുഭവിച്ച് തീരുമ്പോഴേ ബന്ധനങ്ങൾ അറ്റുപോവുകയുള്ളൂ. അപ്പോൾ എപ്പോഴെങ്കിലും നമ്മളത് പ്രളയം വരെ പോയാലും ചിലപ്പോൾ നമുക്ക് എത്ര ജന്മം ജനിച്ചാലും കർമ്മങ്ങൾ അറ്റുപോകാൻ പറ്റത്തില്ല. കാരണം ഫലം ആഗ്രഹിച്ചല്ലയോ കർമ്മം ചെയ്യുന്നത്. ആഗ്രഹിക്കാതെ ചെയ്യാമെങ്കിൽ കുഴപ്പമില്ല. ആഗ്രഹിച്ചാണല്ലോ ഓരോ കർമ്മവും ചെയ്യുന്നത്. അതുകൊണ്ടാണ് കർമ്മഫലം അനുഭവിച്ച് എപ്പോഴാണ് തീരുന്നത് അതുവരെ ബന്ധനങ്ങൾ അറ്റുപോവുകയില്ല. എല്ലാം അറ്റുപോയണം. എല്ലാത്തിൽ നിന്നും മുക്തി നേടി അല്ലാതെ മോക്ഷം കിട്ടുകയില്ല. അതുപോലെ തന്നെയാണ് കേൾക്കണം, എഴുതാൻ അതിനൊരു രഹസ്യമുണ്ട്. അതാണ് ഇനി പറയുന്നത്. പാപകർമ്മമായാലും അത് ദുഷ്കർമ്മമായാലും നല്ല പുണ്യകർമ്മമായാലും
ബന്ധനങ്ങളെല്ലാം അറ്റുപോകുന്നതിനെ നമ്മൾ പാപമായാലും പുണ്യമായാലും നമ്മൾ ചെയ്ത കർമ്മങ്ങൾ അത് അറ്റുപോകുന്നതിന് രഹസ്യമായ ഒരു എളുപ്പ വഴിയുണ്ട്. ഈ എളുപ്പ വഴിയാണ് എല്ലാവരും മനസ്സിലാക്കണം. നമുക്ക് ആഗ്രഹം ഇല്ലാതിരുന്നാൽ മാത്രം മതി. നല്ലതും ചീത്തയുമായ എല്ലാ കർമ്മങ്ങളും ഈശ്വരന് സമർപ്പിച്ച് ചെയ്യുക. ഈ ഒരു വീട് നമുക്ക് എന്തെല്ലാം കർമ്മങ്ങൾ, ചിലപ്പോൾ നന്മയാവാൻ ചിലപ്പോൾ തിന്മയാവാൻ ചെയ്തു പോകുന്നത്, അത് നന്മ ചെയ്യുമ്പോഴും തിന്മ ചെയ്യുമ്പോഴും എന്ത് ചെയ്താലും ഈശ്വരാർപ്പണമായി ചെയ്യാമെങ്കിൽ അതിൽ ആഗ്രഹമില്ലാതെ ഭഗവാൻ ചെയ്യുന്നു. നമ്മളായിട്ടൊന്നും തന്നെ ചെയ്യുന്നില്ല. ഈശ്വരനിൽ സമർപ്പിച്ച് ഭഗവാനെ ഇതങ്ങാണ് ചെയ്യുന്നത്, അങ്ങാണ് ഭഗവാൻ തന്നെയാണ് നമ്മളാളല്ല ചെയ്യാനുള്ള ഭക്തിയോടുകൂടി എല്ലാം ഭഗവാനിൽ അർപ്പിച്ച് ചെയ്യാമെങ്കിൽ ഈശ്വരാർപ്പണമായി ചെയ്യുന്ന കർമ്മം ബന്ധകാരണം ആവുകയില്ല. ബന്ധനം എന്നുള്ളത് വരത്തില്ല ഒരിക്കലും. ആ കർമ്മം ഭഗവാൻ ചെയ്തതുകൊണ്ട് നമുക്കതിൽ യാതൊരു പങ്കുമില്ല. നമ്മൾ നമ്മുടെ ദേഹം അതിനായിട്ട് വിനിയോഗിക്കുന്നു, പക്ഷേ അതിലിരിക്കുന്ന ആൾ പരമാത്മാവ്, ആ ഈശ്വരനാണ് ചെയ്യുന്നതെന്നുള്ള മനസ്സോടുകൂടി അങ്ങ് ചെയ്യുക. ഒരു പൊങ്കാലയിടുന്ന് അത് നമ്മുടെ കൈകൊണ്ട് ചെയ്യുന്നതല്ലാതെ ചെയ്വനെ മൊത്തം ഈശ്വരനാണെന്നുള്ള സങ്കല്പം. ഭഗവാനെ ഞാൻ എന്ന് പറഞ്ഞത് ഉള്ളിലുണ്ട് പരമാത്മാവ്, ആ പരമാത്മാവാണ് ഇത് ചെയ്യുന്നത്. അല്ലാതെ ഈ ദേഹത്തിലിരിക്കുന്ന ഒരു പേരോടുകൂടിയ ഒരാളുണ്ടല്ലോ, അതൊന്നും അല്ല ചെയ്യുന്നത്. ഈശ്വരാർപ്പണമായി അത് ചെയ്യുക. അപ്പോൾ എല്ലാം സമർപ്പിക്കുക. ഭഗവാൻ എൻ്റെ മക്കളെയും കുഞ്ഞുങ്ങളെയും വീടും പൂടും എല്ലാം ഭഗവാനിൽ സമർപ്പിക്കുക. ആ വീട്ടിൻ്റെ പോരായ്മ ചെയ്യുന്നതോ അല്ലെങ്കിൽ വീടുണ്ടാക്കുന്നതോ അതും ഭഗവാൻ ചെയ്യുന്നു. എപ്പോഴോ പൂർത്തീകരിച്ചില്ല അവിടെ കിടക്കട്ടെ. ഈ ഒരു മനസ്സോടുകൂടി നമ്മൾ ചെയ്യാമെങ്കിൽ എന്ത് വരും? അതെല്ലാം ഭഗവാനാണ് കർമ്മം ചെയ്തത്, നമ്മളൊന്നും ചെയ്തില്ലല്ലോ. അപ്പോൾ പിന്നെ നമുക്കതിൻ്റെ അനുഭവത്തിന് കർമ്മം ഫലമില്ല. അത് ദോഷമാണെന്ന് വെച്ചപ്പോൾ ഒരു ദോഷകർമ്മമാണ് നമ്മളെ വീട്ടിൽ ചെയ്യുന്നെങ്കിലോ അതിനും പാപമില്ല. ആ ഒരു കർമ്മവും നമ്മളല്ല ചെയ്യുന്നത്, ഈശ്വരനാണ് ചെയ്യുന്നത്, സമർപ്പിക്കുക. അതാണ് ഇതിൽ പറയുന്നത്. പിന്നെ കയ്യിൽ വരുന്നത് കൊണ്ട് ദിനങ്ങൾ കഴിക്കുക, ഫലം ആഗ്രഹിക്കാതെ ഇച്ഛിക്കൊല്ല. അതെന്താ അത് പറയുന്നത്? എതിർച്ചയാ കയ്യിൽ വന്ന് ചേരുന്നത് കൊണ്ട് ജീവിക്കുക, ജീവിതം നയിക്കണം. നമുക്ക് വന്നു ചേരുന്നത് ആഗ്രഹിക്കാതെ നമ്മൾ ഒരുപാട് പേർ അന്നന്ന് അന്വേഷിക്കാൻ പോകും, അത് കയ്യിൽ കിട്ടും. അതിൻ്റെ കൂലിയായാലും എന്തുമായാലും നമ്മൾ അതിനെപ്പറ്റി ആഗ്രഹിച്ചല്ലല്ലോ. കർമ്മങ്ങൾ ചെയ്യുന്നു, അതിനൊരു പ്രതിഫലം അവർ തരുന്നു, അതുകൊണ്ടൊന്ന് ന്യായമായ കാര്യം, അതുകൊണ്ടൊന്ന് നമ്മൾ നിവർത്തി നമ്മളെ വീട് നമ്മളെല്ലാ കാര്യങ്ങളും നേടുന്നു. അതേസമയം ഇന്നത് ചെയ്യുമ്പോൾ എനിക്ക് ഇന്നത് തന്നെ കിട്ടും എന്നുള്ള രീതിയിൽ ചെയ്ത് ചിലപ്പോൾ ആ കർമ്മം നമ്മൾ ചെയ്ത് തീർത്തതും ഇല്ല, അവർക്ക് തന്നതും ഇല്ല എന്നുകൊണ്ട് കടം പറഞ്ഞാൽ നമുക്ക് ആ ഒരു കടം തീരാണ്ട് നമ്മളൊന്ന് മരിച്ചു പോയാൽ തന്നെ അടുത്ത ജന്മം അതിനോട് ജനിച്ചു വരണ്ടേ. അന്നേരം തന്നെ കയ്യിൽ വാങ്ങിച്ചുകൊണ്ട് സന്തോഷമായിട്ട് ഇനി പോരുക. അല്ലെങ്കിൽ അത് നമ്മുടേതല്ല, അത് ഈശ്വരൻ്റെ ആണെന്ന് കരുതി അങ്ങ് കളയുക. പിറ്റേന്ന് കിട്ടുന്നെങ്കിൽ കിട്ടി, ഇല്ലെങ്കിൽ വേണ്ട. അതുപോലെ ആഗ്രഹിക്കാതിരിക്കുക. ഒരു കർമ്മത്തിനും ഫലം ആഗ്രഹിക്കണ്ട, വന്ന് ചേരുന്നതിനെ അനുഭവിക്കുക. ഫലത്തെ ആഗ്രഹിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യാതിരിക്കുക. ഇന്ദ്രൻ്റെ പദവി തന്നെ വന്നു ചേർന്നാലും അതുകൊണ്ട് എന്ത് പ്രയോജനം? വെറും നിസ്സാരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എല്ലാ കർമ്മവും നമുക്ക് ചെയ്യുമ്പോൾ എല്ലാം ഈശ്വരാർപ്പണമായി ചെയ്യണം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ യാതൊരു ആഗ്രഹവും വരത്തില്ല. അതാണ് ഇതിൽ പറയുന്നത്. ഫലേച്ഛ കൂടാതെ കർമ്മം ചെയ്യുക, നിഷ്കാമ കർമ്മം, ആഗ്രഹം ഇല്ലാത്ത കർമ്മം. അതുപോലെ നിഷ്കളമായ ഭക്തിയും വേണം. ഭഗവാനോട് ഭക്തിയും എല്ലാം കർമ്മവും ഭഗവാനാണ് ചെയ്യുന്നതെന്നുള്ള മനസ്സോടുകൂടി ഭഗവാനിൽ അർപ്പിക്കണം. അങ്ങനെ നമ്മൾ വെറുതെ ഭഗവാനിൽ പ്രാർത്ഥനയൊന്നും ഇല്ലാതെയും ഇങ്ങനെ വെറുതെ ജോലികൾ ചെയ്യുമ്പോൾ മാത്രം കർമ്മം ഭഗവാനെ ഏൽപ്പിക്കുകയല്ല. ഈശ്വരനോട് അഭയമായി നന്നായി ഭഗവാനോട് പ്രാർത്ഥിച്ച് നല്ല കാര്യങ്ങളും അല്ലാത്ത കാര്യങ്ങളും ചെയ്യുമ്പോൾ ഭഗവാനെ ഇന്ന കാര്യങ്ങളെല്ലാം ഈ വീട്ടിൻ്റെ കാര്യങ്ങളെല്ലാം അങ്ങാണ് ഇവിടുത്തെ നാഥൻ, ഈശ്വരനാണ്, ആ ഭഗവാനാണ് ഇത് ചെയ്യുന്നത്, ഇതിനൊന്നും ഞങ്ങൾ ആളല്ല, എല്ലാ കാര്യവും അവിടെ നിന്ന് നോക്കിക്കൊള്ളണം എന്നങ്ങ് ഏൽപ്പിച്ചാൽ നമുക്കൊന്നിനും ആഗ്രഹമില്ല, ഒന്നിനും ഒന്നും ഒരു കെട്ടും ബന്ധനവും ഉണ്ടാകത്തില്ല. നമുക്കിനി ഭാഗവതം വായിക്കാം. നമ്മൾ ഇന്നലെ വായിച്ചത് കുഞ്ഞ് കണ്ണനെ മുലപ്പാലൊക്കെ കൊടുത്ത് വരുമാറ് കുടിച്ചിരുത്തിയിട്ട് ദാസിമാരുമായി കുളിക്കാൻ പോയി മാതാവ് യശോദ. അപ്പോൾ ഭഗവാൻ കണ്ണൻ എന്ത് വിചാരിച്ചു? എത്രയും പെട്ടെന്ന് നല്ലൊരു അവസരമാണ് വെണ്ണ കട്ട് തിന്നാൻ. അങ്ങനെ എല്ലാ കുഞ്ഞുങ്ങളെയും കുശൽ കൊണ്ട് അകറ്റി നിർത്തി. എന്തെങ്കിലും കയ്യിലിരിക്കുന്ന വടി കൊണ്ടോ അതോ ഇനി ഓടക്കുഴലാണോ അതുകൊണ്ട് എല്ലാവരെയും മാറ്റി നിർത്തി. എന്നിട്ട് എന്താ ചെയ്തത്? വെണ്ണ കട്ട് തിന്നാനുള്ള
ഒക്കെ കുശല കൊണ്ട് അകറ്റി നിർത്തി ദുരിതം ചിക്കനെ ചെന്ന് പാൽ വച്ചങ്ങ് തൂക്കിയ ശിക്യം അതിന് കീഴിലെ ചുഴലവും ചിത്തഭ്രമത്തോട് നോക്കി നോക്കി പോയിട്ട് ഇത്തിരി നീളമില്ലാഞ്ഞ് ഉഴനീടിനാൽ അല്പം കൂടെ നീളം വേണം കുഞ്ഞിന്, അത് എത്തത്തില്ല. അതിന് മുൽപ്പാട് ലോകത്രയത്തെ എല്ലാം പദം ഒപ്പിച്ച് മൂന്നായി അളന്ന ജഗൽഗുരുവാണ്. അത്രയും വളർന്ന് ലോകം മൊത്തവും അളക്കത്തക്ക വണ്ണം അതിഭയങ്കരമായി നീളം വെച്ച് പൊക്കം വച്ച ഒരു ഭഗവാൻ ഇപ്പോൾ ഇതിനു വേണ്ടി എന്താന്ന് ചിന്തിക്കുന്നു. അങ്ങനെ ചിൽപ്പുമാൻ ഇപ്പോൾ ഇതിനെന്തുപായം എന്ന് ഉൾപ്പൂവിൽ ഓർത്തോർത്ത് കൽപ്പിച്ച് അരികത്ത് നിൽക്കും ഉലൂഖലം കണ്ട് ഉടറ്റോട് ചെന്ന് ഉൾക്കരുത്തോടെ ഇഴച്ചടുപ്പിച്ചുള്ള ഒരു ഉരൽ കണ്ടു. ഉരൽ അടുപ്പിച്ച് ഉരുട്ടി കൊണ്ടൊന്ന് അടുപ്പിച്ചുകൊണ്ട് വെച്ചു. അയ്യോ, അങ്ങനെ അടുപ്പിച്ചു വച്ചാൻ ഉറിക്ക് കീഴൊപ്പിച്ചു പിന്നെയും അച്യുതനെത്തുകയില്ലെന്നറിഞ്ഞതാ. ആ ഉരലിനകത്ത് കയറിയിട്ടും അതിനകത്ത് എത്തുന്നില്ല. അച്യുത എന്നാണ് പറയേണ്ടത്, അച്ചു അല്ല. ഇവിടെ ഇച്ഛ്യ അച്ചു എന്ന് വായിക്കണം. അല്ല, അച്ചു എന്ന് പറഞ്ഞാൽ അത് അച്യുതനെ അല്ല. അച്യുതനെ ഈ ഒരു യായുടെ പകുതി വേണം ഈ പൂജ്യത്തിനടുക്കുള്ള അച്ചു എന്ന് വായിക്കണം. അല്ല പിന്നെ ഈ ഇച്ഛയായി പോവും, അത് അച്ചു എന്നായി പോവും. അച്യു. അങ്ങനെ അച്യുതനെത്തുകയില്ലെന്നറിഞ്ഞതാ ചത്വാരി പാദശ സംയുക്തമായി മേവിനോരുത്തമ പീഠമെടുത്തുരൽ തന്നെ മസ്തകേ വച്ച് അതിന്മീതേ കരേറുവാനെത്താഞ്ഞു. പിന്നെ മറ്റുശ്രുതമാർന്നെഴും ബദ്ധപദാസനം കീഴങ്ങു ചേർത്ത് വച്ചത്തിരമങ്ങതിന്മീതേറി നിന്ന് അതിവിഭ്രമത്തോടുറിയെത്തിപ്പിടിച്ചളവ് ഉത്തമ പുരുഷൻ നിന്ന് അരുളീടിന പീഠം പുരണ്ടങ്ങു താഴത്തു വീഴയാൽ ആടിത്തുടങ്ങിനാൻ അങ്ങുമിങ്ങും ദ്രുതം. അങ്ങനെ കുഞ്ഞെന്ത് ചെയ്തു? ഉരുള ഉരുട്ടിക്കൊണ്ട് വെച്ചിട്ട് എത്താഞ്ഞ് ഒരു പീഠമെടുത്ത് അതിൻ്റെ മുകളിൽ വെച്ചു, മസ്തകേ വച്ചു, ഉരുളിൻ്റെ മുകളിലേക്ക് വച്ചു കരേറുവാൻ. എത്താഞ്ഞു പിന്നെ മറ്റുച്ഛ്രുതമാർന്നു, എന്നിട്ടും വലിയ എത്തിപ്പിടിപ്പാൻ പറ്റുന്നില്ല. അങ്ങനെ ബദ്ധപദാസനം അങ്ങനെ എടുത്തു. അതിൻ്റെ മുകളിൽ ഒരു പദാസനം, അതെന്താണ് എന്താ പറയുക, ഒരു പീഠം. അപ്പോൾ ചത്വാരി പാദ സംയുക്തമായ മേവിനോർ ഉത്തമം. അപ്പോൾ 4 ചത്വാരി 4 കാലുള്ള ഒരു പീഠം എടുത്ത് വെച്ചിട്ടും മസ്തകയെ വെച്ചതിന് മീതെ കരേറുവാൻ പിന്നെയും എത്താഞ്ഞിട്ട് ഉച്ഛ്രുതമാർന്നേഴും അത് ഉയർന്ന ഒരു ബദ്ധപദാസനം അതും കൂടെ എടുത്തങ്ങ് വെച്ചു. അതിൻ്റെ മേളിൽ കീഴങ്ങ് ചേർത്ത് വെച്ച അത്തിരം അങ്ങ് അതിന് മീതെ ഏറി. അപ്പം 2-3 ആയി. ഉരലും അതിൻ്റെ മുകളിൽ പീഠം, അതിൻ്റെ മുകളിൽ പദാസനം, എല്ലായിടവും 2 ആയി. അങ്ങനെ അതിന്മീതെ ഏറി നിന്ന് അത് വിഭ്രമത്തോട് ഊറി എത്തിപ്പിടിച്ച് ആളെ ഉത്തമ പുരുഷൻ നിന്ന് അരുളേടിന എന്താ എത്തിയപ്പോഴത്തേക്ക് ആ മുകളിലെ പീഠം അങ്ങ് ഉരുണ്ട് വീണുപോയി. പീഠം പുരണ്ടങ്ങ് താഴത്ത് വീഴുകയാലാടി തുടങ്ങിനാൻ അങ്ങുമിങ്ങും ദ്രുതം ഉറിയിൽ കിടന്ന് തൂങ്ങുക. അങ്ങോട്ടും ഇങ്ങോട്ടും ആടുക, ഊഞ്ഞാലാടുന്നത് പോലെ. പീഠം അങ്ങ് പോയപ്പോൾ കാലെത്തും അടുത്ത പീഠത്തിലേക്ക് ചവിട്ടാൻ. അങ്ങനെ കുഞ്ഞ് വളരെ കഷ്ടപ്പെട്ടു. എന്നിട്ട് എന്ത് ചെയ്തു? ചാടിക്കളഞ്ഞങ്ങു നിന്ന് അരുളിയിടുവാൻ പേടിക്ക കൊണ്ട്. അപ്പോൾ ചാടാന്ന് വെച്ചിട്ട് ഒക്കുന്നില്ല, ഭയം, പേടി വന്നു. അതുകൊണ്ട് പിന്നെ അഭയപ്രദൻ ഏറ്റവും. അങ്ങനെ ആരെങ്കിലും അഭയം തരണം എന്നുള്ള ചിന്ത വരുമല്ലേ. ഇനി ചാടാൻ പേടി, എന്നാൽ ആരെങ്കിലും രക്ഷിക്കണമേ, അതാണ് ഇവിടെ അഭയപ്രദൻ എന്ന് പറയണം. അപ്പോൾ പേടിക്കൊണ്ട് ഭയപ്രദം എന്ന് വായിക്കുന്നത്, രണ്ടും പേടിയാണല്ലോ. പേടിയുടെ ഒന്ന് പറഞ്ഞു പോയി, ഇനിയിവിടെ അഭയമാണ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും രക്ഷിക്കണം എന്നുള്ളൊരു ചിന്തയാണ് അവിടെ വരുന്നത്. അതുകൊണ്ട് ചാടിക്കളഞ്ഞ് അങ്ങു നിന്ന് അരുളിയിടുവാൻ പേടിക്ക കൊണ്ട് അഭയപ്രദൻ ഏറ്റവും. ഇനി പിന്നെ ആരെങ്കിലും രക്ഷിച്ചേ പറ്റൂ, അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു? വാടിക്കരഞ്ഞങ്ങ് തുടങ്ങിനാൻ. അപ്പോൾ കുഞ്ഞ് ആരെങ്കിലും രക്ഷിക്കണേന്ന് പറഞ്ഞിങ്ങനെ വാടിക്കരഞ്ഞു തുടങ്ങിനാൻ. കണ്ണുനീർ കൂടെ തിടുതിടെ വാർത്ത് അന്തികെ കൂടെ കളിച്ചിരുന്നു ഒരു സഖികളും ഓടി വന്ന് ആവതില്ല ഞുഴന്നിടിനാർ. കൂടെ കളിച്ചിരുന്ന കുട്ടികളെ കുശൽ കൊണ്ടൊക്കെ അകറ്റി നിർത്തിയാലും കരഞ്ഞപ്പോൾ അവരെല്ലാം ഓടി വന്നു. കൂട്ടുകാർ സഖികളെല്ലാം ഓടി വന്നു. ചെന്നു വിളിച്ചാർ ചിലരവരമ്മയെ. തന്നോട് നന്ദനൻ താൻ കരയുന്നതും കുഞ്ഞുങ്ങൾ ചെന്ന് അവരെ കൊണ്ടൊക്കത്തില്ല, കുഞ്ഞിനെ അതിൽ നിന്ന് എടുത്ത് മാറ്റാതുകൊണ്ട് അവരെ കൊണ്ടൊക്കാഞ്ഞ് അവർ പോയി അമ്മയെ വിളിച്ചു. തന്നോട് നന്ദനൻ താൻ കരയുന്നു കേട്ടു പരിഭ്രമിച്ചൊട്ട് കുളിച്ച് തൻ കൂട്ടരുമായുടൻ ഓടി വന്നിടിനാൾ. അങ്ങനെ കുളിച്ച് പകുതിയൊക്കെ ആയി, നന്നായി കുളിക്കുന്ന മുമ്പേ ഇത് കുഞ്ഞ് കരയുന്നത് കാരണം അവരെല്ലാവരും കൂടെ ഓടി വന്ന്, ദാസികളും കുളിക്കാൻ പോയവരെല്ലാം കൂടെ ഓടി വന്ന് വാട്ടമേതും ഭവിയാതെ ഗോപാലക ശ്രേഷ്ഠ വിലാസിനി താൻ അവൾ ആത്മജൻ കാട്ടും.
അങ്ങനെ ഈ ശ്രേഷ്ഠവിലാസിനിയായിരിക്കുന്ന ഈ അമ്മ യശോദാമ്മയുടെ മകൻ ആത്മജൻ ഇതെന്താ ഈ കാട്ടുന്ന ഈ ചരിതങ്ങളൊക്കെ ഓർക്കുക. ആത്മജൻ കാട്ടും ചരിതങ്ങൾ ഇത്തരം അങ്ങ് അതി കൂട്ടുന്നെന്നു ചിന്തിച്ചൊരു കാൽക്ഷണം നാസികമേൽ കൈവിരൽ വച്ചു മൂക്കിലിങ്ങനെ ഇതെന്താ ഈ കാണിക്കുന്ന കുഞ്ഞതിക്കിടന്ന് ആടുക. ഈ കൂട്ട് നന്നെന്ന് ചിന്തിച്ച് കുഞ്ഞുങ്ങളെല്ലാം ഉണ്ടല്ലോ അവിടെ നിൽപ്പുണ്ടല്ലോ. അപ്പോൾ ഇതെന്താ ഇങ്ങനെ എന്ന് പറഞ്ഞ് മൂക്കിൽ കൈയൊക്കെ വെച്ച് കാൽക്ഷണം അങ്ങനെ നിന്നുപോയി. അല്പനേരം മൂക്കിൽ കൈവച്ച് കുഞ്ഞിൻ്റെ അടുക്ക കൈവിരൽ വെച്ച് നാസികമേൽ മൂക്കിന്മേൽ സാക്ഷിഭൂതൻ കളി കണ്ടു നിൽക്കും വിധോ ഈ കുഞ്ഞിൻ്റെ കളിയും കണ്ട് അല്പം മൂക്കിൽ കൈവച്ച് നിന്നുപോയി. നേത്രാമ്പ് തൂകി ഭ്രമിച്ചു ചുടുചുടേ വീർത്തുകരയും മകനുള്ള സങ്കടം പാർത്താർദ്രബുദ്ധ്യാപി യശോദ ചെന്ന് ആർത്തി തീർത്തി ഇങ്ങെടുത്ത് ആത്മജൻ തൻ മൃദുഗാത്രം പുണർന്നു മുഖാബ്ജം മുകർന്ന് ആദിമാത്ര ആരോമൽക്കിടാവിൻ കരദ്വയം. അങ്ങനെ സാക്ഷിവന്റെ കളിയൊക്കെ കണ്ടു നിന്നപ്പോൾ നേത്രാമ്പു തൂക്കി ഭ്രമിച്ച് ചുടിയുടെ വീർത്ത് കരയുക കുഞ്ഞ്. അങ്ങനെയുള്ള കുഞ്ഞിൻ്റെ സങ്കടം കണ്ട് മകളുടെ സങ്കടം പാർത്ത് ആർദ്രബുദ്ധിയ യശോദ ചെന്നങ്ങ് ആർത്തി തീർത്ത് കുഞ്ഞിനെ അങ്ങ് എടുത്ത് ആത്മജൻ മൃദുഗാത്രം പുണർന്ന് കുഞ്ഞിൻ്റെ ശരീരമൊക്കെ അങ്ങോട്ട് തടവിയും പുണർന്നും സ്നേഹിച്ചും മുഖാബ്ജം മുകർന്ന് അതിമാത്രം ആരോമൽക്കിടാവിൻ കരദ്വയം കരദ്വയം രണ്ട് കൈകളും നേത്രങ്ങളോട് ചേർത്ത് ആസ്തയാ കൗതുക കുഞ്ഞിൻ്റെ നേത്രങ്ങളോട് ചേർത്ത് വെച്ച് ആസ്തയെ കാരണം അത്രമാത്രം കരഞ്ഞു പോയി കുഞ്ഞ്. ആ അമ്മ വന്നപ്പോൾ ആരോമൽ കിടാവായിരുന്ന കുഞ്ഞിനെ രണ്ട് കരങ്ങളും നേത്രങ്ങളോട് ചേർത്ത് ആസ്തയെ കൗതുക വാർത്തകൾ ആർത്തി തീർത്ത് ഏറ്റവും ഓതി ദുരിതം മാധി മൊഴി വിനോദിപ്പിച്ച് പുത്രന് വാത്സല്യമോട് മുലകൾ നൽകും വിധോ. കണ്ണുനീരൊക്കെ ഇങ്ങനെ അമ്മ രണ്ട് കൈ കൊണ്ടൊക്കെ എടുത്ത് തുടച്ചും സ്നേഹിച്ചും നല്ല മാധി മൊഴി വിനോദിപ്പിച്ച് നല്ല നല്ല വാക്കുകളൊക്കെ പറഞ്ഞും കുഞ്ഞിൻ്റെ വിഷമങ്ങളൊക്കെ തീർത്തിട്ട് എന്ത് ചെയ്തു വാത്സല്യമോട് മുലകൾ നൽകും വിധോ പേർത്തന്തികെ നിൽക്കും സഖികളോട് ഓർത്തു ചൊല്ലിയിടിനാൾ ഇത്തര എൻ മകൻ വാർത്തകൾ ആചരിക്കുന്നതിന് എന്തു താൻ ഓർത്തത് മാറ്റുവാൻ എന്ന് ചൊല്ലിയിടുവിൻ. ഇങ്ങനെ മുലകളൊക്കെ കൊടുത്തുകൊണ്ട് പാലും കുടിപ്പിച്ചുകൊണ്ട് പറയുന്നു പേർത്ത് അന്തികെ നിൽക്കും സഖികളോട് ഈ ദാസികളോട് പറയുന്നു ചൊല്ലിനാൾ ഇത്തരം എൻ മകൻ ഈ വാർത്തകളൊക്കെ അത് ആചരിക്കുന്നതിന് എന്തു താൻ ഓർത്തത് മാറ്റുവാൻ എന്ന് ചൊല്ലിടുവേ. നിങ്ങൾ പറയുന്നത് എന്താ ഇതിനൊരു പോംവഴി എന്നൊക്കെ അവരോട് ചോദിക്കും. അപ്പോൾ അവർ പറയുന്നു പ്രേക്ഷകമാരതു കേട്ട് ഇവനോട് നാം അതായത് ദാസിമാർ അപ്പോഴും അവരോട് പറയുന്നത് എന്താ ഞാൻ ചെയ്യേണ്ടുന്നത് ഈ കുഞ്ഞിന് ഇങ്ങനെയൊക്കെ തുടങ്ങിയാലെന്ന് പറഞ്ഞപ്പോൾ ദാസിമാർ പറയുക പ്രേക്ഷകമാർ അത് കേട്ട് ഇവനോട് നാം ദേഷ്യപ്പെടുവാൻ അവകാശമില്ല. ഇത് ദുശീലം അറിഞ്ഞു തുടങ്ങിയാൽ കാട്ടുകയില്ല അത് പാർത്തുകൊള്ളുന്നതേ തായ്ക്കും നമുക്ക് ഒന്നാവതുള്ളൂ ആർക്കടക്കാം അതല്ലാതെ കണ്ടിത്തരം നമുക്കെന്താ ഇതിനൊക്കെ പറ്റുന്ന കാട്ടുകയില്ല അത് പാർത്തുകൊള്ളുന്നതേ ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് ആർക്കും നമുക്ക് ഒന്നാവതുള്ളൂ നമുക്ക് ഇങ്ങനെയൊക്കെയല്ലേ പറ്റുള്ളൂ ഇത് ആർക്കടക്കാം അതല്ലാതെ കണ്ട് ഇത്തരം ഭാഗ്യവതികളാം ഗോപതികൾ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്താ ഇതൊക്കെ നമുക്ക് കുഞ്ഞിൻ്റെ കളികളല്ലേ അതൊക്കെ കുഴപ്പമില്ലെന്നൊക്കെ നമ്മൾ ആശ്വാസം പറയത്തില്ലയോ. അതുപോലെ ഭാഗ്യവതികളാം ഗോപികൾ യുദ്ധം ആലോക്യ തമ്മിൽ പറഞ്ഞിടും ദശാന്തരേ. അങ്ങനെ അവർ കുഞ്ഞിനെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും കുഞ്ഞുങ്ങളല്ലേ. പാൽക്കടൽ മാനിനി വല്ലഭനാകിയോരീഷേന്ദ്രിയാർത്ഥനാം ഈശ്വരൻ ഉണ്ണിയെ നോക്കി ചിരിച്ചാശു യശോദാനാക്കമോടാഹന്ത ചോദിച്ചരുളിനാൾ. അങ്ങനെ തമ്മിൽ ഇങ്ങനെ അവരെല്ലാം കൂടെ പറഞ്ഞിട്ട് പാൽക്കടൽ മാനിനി വല്ലഭന ഭഗവാൻ പാലാഴി കടഞ്ഞ ഭഗവതി ദേവിയുടെ ഭർത്താവായ ഭഗവാനാണ് ഈ കുഞ്ഞ്. പാൽക്കടൽ മാനിനിയുടെ ഭർത്തവല്ലഭൻ ആകിയോരു ഈഷേന്ദ്രിയാർത്ഥനാം ഈശ്വരൻ ഉണ്ണിയെ നോക്കി ചിരിച്ച് അങ്ങനെ ഇങ്ങനെയുള്ള കുഞ്ഞാണെങ്കിലും കുഞ്ഞാരാണ് മാനിനി വല്ലഭനാണ്. ഇവിടുത്തെ പാൽക്കടൽ മാനിനി വല്ലഭൻ ഭഗവതിയുടെ ഭർത്താവായ കുഞ്ഞാണിത്. അങ്ങനെയുള്ള ഈശ്വരനാണ് ഈ ഉണ്ണി. ആ ഉണ്ണിയെ നോക്കി ചിരിച്ചാശു യശോദ പറയുന്നു ആക്കമോട് ആഹന്ത ചോദിച്ചരുളിനാൾ. എന്താ അങ്ങനെയുള്ള ആ അമ്മ ആ കുഞ്ഞിനോട് പറയുന്ന ഈശ്വരനായിരിക്കുന്ന ആ ഉണ്ണിയോട് എന്തെൻ മകനെ നിനക്ക് ഓരോന്നിങ്ങനെ സന്തതം അന്ധകാരങ്ങൾ തോന്നിയിടുവാൻ ഹന്തബന്ധം പുനരെന്തൊരു സാഹസം അന്തരാ നീ നിരൂപിച്ചിതു മാനസേ. സമ്പ്രതി നല്ലതല്ലിത്തരം എന്ന് കേട്ട് അൻപ് പൂണ്ട് അമ്പരന്നും പറകോൻ തമ്പുരാൻ അപ്പോഴങ്ങനെ ചോദിച്ചാൽ കുഞ്ഞ് പറയുന്നു
എന്താ അമ്മ ചോദിക്കും, എന്താ മകനെ നിനക്ക് ഇങ്ങനെയൊക്കെ ഓരോ അന്ധകാരങ്ങൾ അറിവില്ലായ്മ ഇങ്ങനെയൊക്കെ കാണിക്കാൻ കാരണം, നിനക്ക് എന്താ ഇങ്ങനെ തോന്നുന്നത് ഹന്തബന്ധം? ഇതെന്തൊരു സാഹസമാണ് മക്കളെ ഇത്. ഇങ്ങനെ ഉരുളൊക്കെ പിടിച്ചിട്ട് എൻ്റെ മകളിൽ ഒരു പീഠവും അതിൻ്റെ മുകളിൽ വേറെ ആസനമൊക്കെ ഇട്ടാൽ ഉരുണ്ട് വീണ് എന്തെങ്കിലും ആയി പോകത്തില്ലേ കുഞ്ഞെ? എന്താ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മക്കളെ എന്നൊക്കെ സന്തോഷമായിട്ട് കുഞ്ഞിനോട് ചോദിക്കുക. അന്തരാ നീ നിരൂപിച്ചത് മാനസേ, സമ്പ്രതി നല്ലതല്ല ഇത്തരം എന്ന് കേട്ട്. അങ്ങനെ ഇത് നല്ലതല്ല മോനെ മക്കളെ എന്നെല്ലാം കുഞ്ഞിനോട് പാലും കൊടുത്തുകൊണ്ടിരുന്ന് അമ്മ യശോദമ്മ പറയുന്നു. അപ്പോൾ ഈ കൊച്ച് ഇത് കേട്ട് അൻപ് പൂണ്ട് അത്ര സന്തോഷമുണ്ട് അമ്പരം നുമ്പറുകോൻ തമ്പുരാൻ പറയുന്നു. കിഞ്ചന കൊഞ്ചിന പുഞ്ചിരി പൂൺമയോട് അഞ്ചിത ചന്ദ്രനും അഞ്ചുമാർ അഞ്ചസ. അത്രമാത്രം പുഞ്ചിരിയും കൊഞ്ചലും എല്ലാമായിട്ട് നല്ല ചന്ദ്രനും അഞ്ചുമാർ അഞ്ചസ അത്രമാത്രം ശോഭയേറിയ രീതിയിൽ പറയുക കുഞ്ഞ്. നെഞ്ചം തെളിഞ്ഞൊരു ചാഞ്ചല്യമെന്നിയേ വഞ്ചനമായൊരു വാർത്ത ചൊല്ലിയിടി ഞാൻ. പറയുക കുഞ്ഞ്, എന്താ വാർത്ത? അമ്മേ ഭവതി കുളിപ്പതിനായുടൻ ചെമ്മേ വിരവോട് പോയളവിഞ്ഞ് പാൽ വെണ്ണകൾ സൂക്ഷിച്ചു വച്ചിതോ കേവലം എന്നറിയണമെന്നോർത്ത് അകം പൊക്കു ഞാൻ. അമ്മ പോയി കുളിക്കാൻ പോയപ്പോൾ ഈ വെണ്ണകളൊക്കെ സൂക്ഷിച്ചാണോ വെച്ചേക്കുന്നതെന്ന് വല്ല പൂച്ചയകണം കട്ടുകൊണ്ട് പോവല്ലേ അമ്മ കുളിക്കാൻ പോയപ്പം കുഞ്ഞുങ്ങൾ വേണ്ടേ ശ്രദ്ധിക്കാൻ. അതുകൊണ്ട് കുഞ്ഞ് പറയുക, അമ്മേ അമ്മ കുളിക്കാൻ പോയപ്പോൾ ഭവതി കുളിപ്പതിനായുടൻ ചെമ്മേ വിരവോട് പോയപ്പോൾ പാലും വെണ്ണയൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടാണോ അമ്മ പോയത് കേവലം എന്നറിയണമെന്നോർത്താകാം. എൻ്റെ ഉള്ളിൽ അങ്ങനെ തോന്നി അമ്മേ, ചിലപ്പോൾ പൂച്ചയണം കൊണ്ട് പോയാലോ, സൂക്ഷിച്ച് വെച്ചെന്നറിയാൻ അകം പൊക്കും ഞാൻ. നോക്കുവാനായി ഊറ് ചെന്ന് പിടിച്ച് ആളെ ആക്കം കുറഞ്ഞിഴഞ്ഞേറ്റം ഉഴന്നിത്. അങ്ങനെ അവിടെ ആക്കം എനിക്കങ്ങോട്ട് എത്തുന്നില്ല. നോക്കണ്ടേ അമ്മ സൂക്ഷിച്ച് അടച്ചൊക്കെ വെച്ചിട്ടുണ്ടോയെന്ന്. അങ്ങനെ നോക്കാൻ ചെന്ന് പിടിച്ചപ്പോൾ ആക്കം കുറഞ്ഞിഴിഞ്ഞേറ്റം ഉഴന്ന്. ഇത് ഫോഷ്കുറ ചെയ്യുകയെന്ന് ഓർക്കല്ല മാമകം. ഞാനത് കള്ളം പറയല്ല അമ്മേ, ഉള്ളതാ സത്യമാ. ഞാൻ ഫോഷ്കു പറയുകയല്ല. അമ്മ ഇത് സൂക്ഷിച്ച് വെച്ചോന്ന് അറിയാൻ വേണ്ടി നോക്കിയതാ. അതുകൊണ്ട് പോഷ്കുറ ചെയ്യുകയെന്ന് ഓർക്കോല. അമ്മ അങ്ങനെ ചിന്തിക്കല്ലേ, ഞാൻ കള്ളമല്ല പറയുന്നത്. മാമക ആർക്കകത്തില്ലൊരു ധൂർത്തൊരുന്നേ. എനിക്ക് ഒരു ധൂർത്തും ഇല്ലമ്മേ, ഞാൻ സൂക്ഷിക്കാൻ നോക്കിയതാ. ഒന്നും ഞാൻ വെണ്ണ നമുക്ക് ആവശ്യമുള്ളതല്ലേ അമ്മേ. കേൾക്ക മാതാവേ, നനയാത്തത് ഓർക്കരുത്. ആർക്കും അതിന് പാപം ഫലമായവർ അമ്മ ചിന്തിക്കല്ലേ ഞാൻ മോഷ്ടിക്കാൻ ചെന്നതാണെന്ന്. അമ്മേ അത് പാപം കിട്ടും. അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടല്ല ഞാൻ ചെയ്ത്. അമ്മ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി കേൾക്ക മാതാവേ, നനയാത്തത് ഓർക്കരുത്. അമ്മേ അരുതാത്ത അമ്മ ചിന്തിക്കല്ലേ, ഞാൻ മോഷണമൊന്നും ചെയ്യാനല്ല അമ്മേ. അത് അങ്ങനെ അമ്മ ചിന്തിച്ചാൽ അത് പാപം ഫലമായി വരും അമ്മയ്ക്ക്. ഞാൻ കള്ളം പറയുമല്ലമ്മേ. ഇത് അമ്മ സൂക്ഷിച്ചു വെച്ചോന്ന് അറിയാൻ വേണ്ടി നോക്കിയതാ. കേൾക്ക മാതാവേ, നനയാത്തത് ഓർക്കരുത്. ആർക്കും അതിന് പാപം ഫലമായി വരും. മേൽക്കുമേലൊക്കെയും ആക്കമോട് അന്യുഹം കാക്ക എന്നുള്ളത് ആഗ്രഹം എപ്പോഴും. അതുകൊണ്ട് എപ്പോഴും എനിക്ക് സൂക്ഷിക്കാനുള്ള ചിന്തയേ ഉള്ളൂ. കാക്ക എന്നുള്ളത് ഇത് സൂക്ഷിക്കുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. എപ്പോഴും അങ്ങനെയാണ് അമ്മേ. അതുകൊണ്ട് ഞാൻ നോക്കാൻ പോയത്. അതിന് നമുക്ക് അടുത്ത ദിവസം ഇതിൻ്റെ ബാക്കി നോക്കി വായിക്കാം മക്കളെ. എന്തായാലും ഭഗവാന്റെ കളികളല്ലേ, രസമല്ലേ. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം ഹരി ഓം ഹരി ഓം.